അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഡേറ്റ്സ് മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് 7 ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒരു ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഡേറ്റ്സിൽ നല്ല മധുരമുണ്ട്. അപ്പം അതിന് പകരം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഡേറ്റ്സിന് നല്ല മധുരമുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രമേ ആ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഡേറ്റ്സ് ഷേക്ക് മിൽക്കിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 200 ml നല്ല തണുത്തിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്, തിളപ്പിച്ചാറിയ നല്ല കട്ടിയുള്ള ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുള്ള പാല് വേണം. ഇനി ഒരു ഈന്തപ്പഴം ഇതുപോലെ, ഇനി 2 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിൽ വേറൊന്നും ചേർക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി ബ്ലെൻഡ് ചെയ്തെടുത്ത ഡേറ്റ്സ് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നോമ്പ് സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്